എത്രക്ക് കൊടുക്കാം നമുക്ക്? ഇത് 1.55 കൊടുക്കാം. 1.55. അടിപൊളി പ്രൈസ് ആണല്ലോ. നല്ല ക്വാളിറ്റിയുള്ള വണ്ടി, നല്ല വൃത്തിയുണ്ട്. പിന്നെ മാനുവൽ അധികം കണ്ടിട്ടില്ല അല്ലേ? അതെ അതെ, സൺറൂഫ് ഉള്ള വണ്ടി. അത് 2008 വണ്ടി. 2008 ഫസ്റ്റ് ഓണർ വണ്ടിയാണത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് നമുക്ക് ഫൈനലാക്കിയിട്ട് ഒരു 90 രൂപ വരെ കൊടുക്കാൻ പറ്റും. അടിപൊളി. സ്വിഫ്റ്റ് നിങ്ങൾക്ക് ചില്ലറ പൈസക്ക് സ്വിഫ്റ്റ് വേണമെങ്കിൽ ശരി, ഇത് നമുക്ക് എന്താ വില? 85 രൂപ കൊടുക്കാം. 85,000 രൂപയ്ക്ക്. 85,000 മോഡൽ 2007 മോഡൽ 7 വണ്ടി. 85,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് പോവാം. നമുക്ക് നെറ്റ് ആയിട്ട് ഒരു 3.75 കൊടുക്കാം. 3.75 അല്ലേ? 15 VX ആളുകളും ഡിസൈർ ആണ്. അത് ന്യൂ ഷേപ്പ് വന്ന വണ്ടിയാണ്. ലാസ്റ്റ് ഇറങ്ങിയ. ശരിക്കും നമ്മൾ ഈ ഒരു ഷോറൂമിലെ വീഡിയോ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ഷോറൂമിലെ വീഡിയോ മാത്രമാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഈ ഒരു ബ്രാൻഡ് അല്ല. ഈ ഒരു ബ്രാൻഡ് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഓട്ടോ വെഞ്ചർ ആണ് കേട്ടോ. അതായത് നമ്മൾ കോഴിക്കോടുള്ള കൊടുവള്ളി ആണെങ്കിലും പാവങ്ങാടാണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ഓട്ടോ വെഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ നിലവിൽ വയനാട്ടിലുള്ള ഷോറൂമിലാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൽപ്പറ്റ ടൗണിൽ തന്നെയാണ്. കൈനാട്ടി ജംഗ്ഷൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെയായിട്ടാണ് ഷോറൂം വരുന്നത്. കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഇവിടെ റോയൽ ക്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലൊക്കെ ഉണ്ട്, വലിയ ഹോട്ടൽ. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വയനാട്ടിൽ അത്യാവശ്യം ചെറുവണ്ടികളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നല്ലൊരു അവസരമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചെറിയ വണ്ടികളുണ്ട്. 2 ലക്ഷം രൂപയുടെ ഉള്ളിലുള്ള തന്നെ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കിടക്കുന്നതും നിങ്ങൾ നോക്കേണ്ട ഏകദേശം പ്രൈസ് റേഞ്ച് കൂടിയ വണ്ടികളാണ്. പക്ഷേ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ഭൂരിഭാഗം വണ്ടികൾ നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിലുള്ള വണ്ടികൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പിന്നെ വേറൊരു കേസ് ഉണ്ട്. ഇവിടെ വാറണ്ടി 1 ഇയർ വാറണ്ടി ഉണ്ട്, അതുപോലെ തന്നെ RC ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാടധികം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നൊരു ബ്രാൻഡാണ് ശരിക്കും ഓട്ടോ വെഞ്ചർ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എന്താ പറയുക, ട്രസ്റ്റബിൾ ബ്രാൻഡാണ്. കാരണം ഇവർ അത്രയും വണ്ടികൾ സെയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ത്രൂ ആണെങ്കിലും ഒരുപാടധികം ആൾക്കാർ കോൺടാക്ട് ചെയ്യാറുണ്ട്. എല്ലാം പക്കയാണ് കേട്ടോ. അപ്പോൾ എടുത്തു പറയേണ്ട ഒറ്റ കാര്യമുള്ളൂ, നല്ല വിലക്കുറവിൽ ക്വാളിറ്റി വണ്ടികൾ വേണമെങ്കിൽ ഈ ഒരു അവസരം കളയണ്ട. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്നു നോക്കിക്കോളൂ. പിന്നെ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ. കാരണം പലരും അറിയുന്നുണ്ടാവില്ല എവിടെയെങ്കിലും ഷോറൂം ഉള്ളതും ഇവിടുത്തെ കാര്യങ്ങളൊന്നും ചിലപ്പോൾ പലർക്കും അറിയില്ല. അപ്പോൾ അത് എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കോട്ടെ. പിന്നെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കൊക്കെ ചെയ്തേക്ക്. കൂടുതലൊന്നും പറയുന്നില്ല, അഖിൽപ്രോ ഉണ്ട് കൂടെ. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. കുറച്ച് ചെറുവണ്ടികൾ വേഗം കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന, കൽപ്പറ്റ സ്ഥിതി ചെയ്യുന്ന ഓട്ടോ വെഞ്ചർ. അഖിൽപ്രോ, നിങ്ങൾ വയനാട്ടിലെത്തിയില്ലേ? വയനാട്ടിലെത്തി. റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. നമുക്ക് കുറച്ച് ചെറുവണ്ടികളും കാണിക്കാം അല്ലേ? അതെ, നമ്മളടുത്ത് ഇപ്പം കുറെ ചെറുവണ്ടികൾ വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പം മറ്റേ മേളേന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ അല്ലേ അടിപൊളിയായിട്ട് മേള കഴിഞ്ഞപ്പം വണ്ടികളൊക്കെ ഇപ്പം കൂടി കുറെ സ്റ്റോക്ക് ചെയ്ത്. മേളേന്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുടെ കയറി കണ്ടോളൂ. ഓൾമോസ്റ്റ് കഴിഞ്ഞു എങ്കിലും ആ പ്രൈസിലൊക്കെ നമുക്ക് കൊടുത്തൂടെ? അതേ പ്രൈസ് തന്നെയാണ് നമ്മൾ ഓൾമോസ്റ്റ് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ചെറുവണ്ടികൾ. ഇനിയിപ്പോൾ എന്താ പറയുക, കാരണം കൂടുതലും ഈ ബൈക്കൊക്കെ ഉപയോഗിച്ചിട്ട് കാർ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള വണ്ടികൾ അല്ലേ? മാക്സിമം വില കുറച്ച് കൊടുത്തായി. മാക്സിമം വില കുറച്ചിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ വാറന്റിന്റെ ഒക്കെ സ്ഥിതി എന്താ? വാറന്റി ഞങ്ങൾക്ക് 9 വർഷം വരെ പഴക്കമുള്ള വെഹിക്കിൾസിന് നമുക്ക് 1 വർഷം അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ വരെ വാറന്റി കൊടുക്കുന്നുണ്ട്. അത് എല്ലാ പാർട്സിനും അല്ല, എഞ്ചിൻ ഗിയർ ബോക്സ് ആണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ അതിന്റെ പുറമെ നമുക്ക് 1 വർഷത്തെ റോഡ് സൈഡ് അസിസ്റ്റ് ഉണ്ട്, ഒരു പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് കിട്ടുന്നുണ്ട്. പിന്നെ കസ്റ്റമറുടെ പേരിൽ ഒരു ലൈഫിൽ 1 വർഷത്തേക്ക് ഒരു ഇൻഷുറൻസും കിട്ടുന്നുണ്ട്. ഒരു പുതിയ വണ്ടി എടുക്കുന്ന പോലെ തന്നെ യൂസ് പർച്ചേസ് ചെയ്യാം. അതെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ 1 വർഷത്തെ വാറന്റിന്റെ കൂടെ ഉൾക്കൊള്ളിച്ച് കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് എഞ്ചിൻ ഗിയർ ബോക്സിന് വാറന്റി കൊടുക്കുന്നുണ്ട്. അടിപൊളി. അപ്പോൾ എന്തായാലും നിങ്ങളെ കാണിക്കാനായിട്ട് ഇവിടെ കുറെ വണ്ടികളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ താഴെ ഭാഗത്ത് കുറച്ച് വലിയ വണ്ടികളുണ്ട്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ചെറുവണ്ടികളിൽ തുടങ്ങാം. ആദ്യത്തെ വണ്ടി തന്നെ. പിന്നെ വേറൊരു മെയിൻ കാര്യം പറഞ്ഞു, ഞാൻ ഇന്റീരിയർ ഒന്നും കാണിക്കുന്നില്ല. കുറെ വണ്ടി കാണിക്കാനില്ലേ? വിളിക്കുന്നവർക്ക് ജസ്റ്റ് ഫുൾ ഒന്ന് അയച്ചു കൊടുക്കണം. നമ്മൾ കാറ്റലോഗ് ഉണ്ട്, കാറ്റലോഗ് അയച്ചു കൊടുക്കാം. ഫുള്ള് വീഡിയോ കാര്യങ്ങൾ എന്തോ എങ്ങനെ വേണമെങ്കിലും അയച്ചു കൊടുക്കാം. അടിപൊളി. അപ്പം എന്തായാലും ആദ്യത്തെ വണ്ടി സാൻഡ്രോ. ഏതാ മോഡൽ? ഇത് 2020 മോഡൽ സാൻഡ്രോ സ്പോർട്സ് ആണ്. സാൻഡ്രോ സ്പോർട്സ് ആണ്. ഒരുവിധം ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടല്ലേ? എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. 4 ഡോർ പവർ വിൻഡോ സാധനങ്ങളൊക്കെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ? ഇല്ല, ആക്സിഡന്റ് ഒന്നുമില്ല. 2020 മോഡലാണ്. സെക്കൻഡ് ഓണർ വണ്ടി. 62,000 കിലോമീറ്റർ. പെട്രോൾ അല്ലേ? പെട്രോൾ മോശമൊന്നുമില്ല. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് നമ്മളിവിടെ ഇട്ടിരിക്കുന്ന റേറ്റ് 390 ആണ്. നമുക്കൊരു 370 വരെയൊക്കെ പാർട്ടിക്ക് കൊടുക്കാം. മാക്സിമം ഫൈനൽ ചെയ്ത് കൊടുക്കാം അല്ലേ? 370. അടിപൊളിയായിട്ട്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കും. 370 സാധനം ഒരു നഷ്ടമില്ല. അത് 20 മോഡലാണ്. അതേപോലെ തന്നെ സാൻഡ്രോന്റെ പഴയ വണ്ടി. അതെ, ഇത് 2012 മോഡൽ സാൻഡ്രോ GL+ എന്ന വേരിയന്റ്. ഇത് കിലോമീറ്റർ അറിയോ? കിലോമീറ്റർ 1,00,000 ഉള്ളിലോട്ട് ഓടിയുള്ളൂ. പക്ഷെ അത്യാവശ്യം മോശമൊന്നുമില്ല. ഈ സാൻഡ്രോയ്ക്ക് ആകുമ്പോൾ പെട്രോൾ ആകുമ്പോൾ കംപ്ലൈന്റ് വളരെ കുറവാണ്. അതെ അതെ, ചെറിയ പൈസ കൊടുത്തു നമുക്ക്. ചെറിയ പൈസ കൊടുത്തു നമുക്ക്. ഞങ്ങളിപ്പോ ചോദിക്കുന്ന 1,45 ആണ്. 1,45,000 രൂപ. 12 മോഡലിലുണ്ട്. 2012 ഉണ്ട്. അതെ, അടുത്താണെങ്കിൽ വരെ നമുക്ക് എന്തായാലും അതിന്റെ മുകളിൽ എന്തായാലും കൊടുക്കണം. അത് നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിൾ ആണ്. നമുക്ക് എന്തായാലും പ്രൈസ് ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. അടുത്തത് ഒരു ഇയോൺ ആണ്. ഇത് 2018 മോഡല് ഇയോൺ ഇറാ പ്ലസ് ആണ് വരുന്നത്. ഇറാ പ്ലസ് കിലോമീറ്റർ 80,000 കിലോമീറ്റർ. 18 അല്ലേ? 18 മോഡൽ. മോശമൊന്നുമില്ല. വണ്ടി നല്ല നീറ്റ് ആണ്. കണ്ടീഷൻ. പിന്നെ ഇതിലിപ്പോ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ. മേജർ ആയിട്ടുള്ള കംപ്ലൈന്റ്സ് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഈ 18 നമുക്ക് 1 ഇയർ വാറന്റി കൊടുത്തൂടെ? 18 കൊടുക്കാം. 1 വർഷത്തെ വാറന്റി കൊടുക്കാം. 1 വർഷത്തെ വാറന്റി ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അഡീഷണൽ പേയ്മെന്റ് ചെയ്യേണ്ടി വരും ചില വെഹിക്കിൾസിന്. ചിലത് ഞങ്ങൾ ഇൻക്ലൂഡ് ആയിട്ട് തന്നെ കൊടുക്കുന്നത്. അതെ, അത് നോക്കിയിട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. ഇതിപ്പോ നമുക്ക് 18 എന്താ വില?
ഇത് നമുക്ക് നെറ്റ് ആക്കിയിട്ട് ഒരു 2.25 കൊടുക്കാം. 2.25 18 വണ്ടി കൊടുക്കാം. 2018 കൊടുക്കാം. മോശമൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഒരു 2.30-40 ഒക്കെ ചോദിക്കുന്ന വണ്ടിയാണ്. 2.25 അല്ലേ? ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ കാണിക്കുന്ന ഒരുവിധ വണ്ടിക്കൊക്കെ ലോണും കയറില്ലേ? ആ ഒരുവിധ വണ്ടിക്കൊക്കെ ഉണ്ട്. ഇനി 2010 പേപ്പർ ഉള്ള വെഹിക്കിൾസ് ആണെങ്കിൽ പോലും നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതൊക്കെ അത് കസ്റ്റമർ ഡിപ്പെൻസ് ആണ്. ലോൺ എടുക്കാൻ ആരോടും പറയുന്നില്ല, വേണമെങ്കിൽ ചെയ്തു. അതെ, ചെറിയ ചില ആൾക്കാരുണ്ട് 10-20 രൂപ IP അടിക്കാനുള്ളൂ പറയുന്ന കസ്റ്റമേഴ്സിനൊക്കെ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഇഷ്ടം പോലെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ ഫസ്റ്റ് കാണിച്ച സാൻഡ്രോയ്ക്ക് ആണെങ്കിൽ ഫുൾ ലോണും കയറും അല്ലേ? ആ സാൻഡ്രോയ്ക്ക് മാക്സിമം ലോണും കയറും. അത് മാത്രമല്ല ബാങ്ക് ലോണും കയറും. 2012 അല്ലേ? ശരി, ഇനി ഇതാണെങ്കിലോ? ഇതാണെങ്കിൽ 2011 മോഡൽ GLS ആണ് വരുന്നത്. GLS അല്ലേ? അതെ. ഓക്കെ, ഇത് അത്യാവശ്യം വണ്ടി നല്ല ക്ലീൻ ആണ്. നല്ല ക്ലീൻ ആണ്. K11 രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് രജിസ്ട്രേഷൻ. ഇവിടെ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് ഒന്നുമില്ല. കിലോമീറ്റർ 1,00,000 ആ റേഞ്ചിൽ ഓടിക്കുന്നു. അത്ര ഓടിയുള്ളൂ അല്ലേ? ഇതൊക്കെ എന്ത് വരുന്നുണ്ട്? ഇത് നമ്മൾ പ്രൈസ് ഇട്ടിരിക്കുന്നത് 1,25,000 രൂപ. 1.25. അതും ചെറിയ രീതിക്ക് നെഗോഷ്യബിൾ ആവും. മാക്സിമം നോക്കിയിട്ട് ചെയ്യാം. അടിപൊളി. അതുപോലെ തന്നെ ഓർഡർ കൊടുക്കാം ചില സാൻഡ്രോ തന്നെ. ഇതോ? ഇത് 2011 മോഡൽ GL അല്ലേ? അതെ. ഓക്കെ. കിലോമീറ്റർ 46,000 കിലോമീറ്റർ കിട്ടും. അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ അല്ലേ? 12 പുത്തൻ വണ്ടി. 2011 മോഡൽ സിംഗിൾ ഓണർ. അതെ. ഇതിൽ റീപ്ലേസ് ഒന്നുമില്ലല്ലോ അല്ലേ? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. ഇത് GL ആണ്, അത് GLS ആണ്. ചെറിയ മാറ്റമുണ്ട്. പക്ഷേ സിംഗിൾ ഓണർ വണ്ടി 46,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ ഓണർ. ഓക്കെ. എന്താ വില? ഇത് 1,30,000 രൂപയ്ക്ക് നെറ്റായിട്ട് കൊടുക്കാം. ചെറിയ വ്യത്യാസങ്ങളെ വിലയുള്ളൂ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ വണ്ടിക്ക് വിലയൊന്നും ഇടാൻ പറ്റാണ്ടായില്ലേ? ചെറിയ മാറ്റങ്ങളല്ലേ ഉള്ളൂ എല്ലാത്തിനും. അതേപോലെ തന്നെ ഇവിടെ നല്ല അടിപൊളി ഒരു i20 ബാക്കി കിടപ്പുണ്ടല്ലോ. ഇത് ഏതാ മോഡല്? i20 ഡീസലാ? റെഡ് വരുന്നത് 2012 മോഡൽ. 12 ഡീസൽ അല്ലേ? അതെ. അത് 1.20 ആണോ? എത്ര? 1 രൂപ ഓടിക്കലേ? 1,20,000 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓൺഷിപ്പ് ആണ് വരുന്നത്. സ്പോർട്സ് അല്ലേ? അതെ. പക്ഷെ അലോയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, മോശമൊന്നുമില്ല കേട്ടോ. ഇല്ല, വണ്ടി മെയിൻറ്റൈൻഡ് ഒക്കെ കറക്റ്റ് മെയിൻറ്റൈൻസ്. സ്റ്റിയറിംഗ് കൺട്രോൾ മുതൽ ഒരുവിധ എല്ലാ സാധനവും ഉണ്ടാവും. 12 മോഡലാണെങ്കിൽ 13 രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതെ. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് നെറ്റ് ആക്കിയിട്ട് ഒരു 3 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 3 ലക്ഷം രൂപ. അതും ഒരു നെഗോഷ്യബിൾ പ്രൈസ് തന്നെയല്ലേ? ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്തു. ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ കുറെ ചെറുവണ്ടികൾ കാണിച്ചു തന്നു. ഇനിയും കാണിക്കാനുള്ളത് എല്ലാം ചെറുവണ്ടികളാണ് അല്ലേ? ചെറുവണ്ടികൾ അന്വേഷിക്കുന്ന ഒരാൾ പോലും വേറെ എവിടെയും പോകേണ്ടത് ഇങ്ങോട്ട് വന്നതല്ലേ ഇപ്രാവശ്യം? ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു ഇത് നമ്മുടെ റെഡിഗോ അല്ലേ? ഡാറ്റ്സൺ റെഡിഗോ. ഇത് മോഡൽ ഏതാ? ഇത് 2016 മോഡൽ T. 16T അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? പിന്നെ ഇതിൽ കിലോമീറ്റർ 84,000 ഓടിയിട്ടുള്ളതാണ്. 84 ജെനുവിൻ ആയിരിക്കും അല്ലേ? ഒന്നും പിന്നെ ആരും തിരിക്കാനൊന്നും നിൽക്കില്ല. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ചെറു വലിക്കുന്ന എടുക്കാം. അത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? ഇത് 1.55 കൊടുക്കാം. 1.55. അടിപൊളി പ്രൈസ് ആണല്ലോ. നല്ല ക്വാളിറ്റിയുള്ള വണ്ടി, നല്ല വൃത്തിയുണ്ട്. പിന്നെ അതൊന്നുമല്ല 16 മോഡലും ഇല്ല അല്ലേ? അതെ. മോശമൊന്നുമില്ല കേട്ടോ. അത് നിങ്ങൾക്ക് ഫുൾ ലോണും കിട്ടും. ഫുൾ ലോണിൽ അതിന്റെ മേലെ കിട്ടും. പ്രൊഫൈലൊക്കെ പക്കയാണെങ്കിൽ, നല്ല പക്കയാണെങ്കിൽ മാക്സിമം ലോൺ മേടിച്ചു കൊടുക്കും. ഇനി ഇത് ഐട്ടൺ ആണെങ്കിലോ? ഐട്ടൺ ആണെങ്കിൽ 2011 മോഡൽ. 11 ആണ്. അതെ. പെട്രോൾ ആണ്. 1,16,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ജെനുവിൻ ആയിരിക്കും അല്ലേ? കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണ്. കാരണം ഇത് പഴയ വണ്ടികളൊക്കെ ആകുമ്പോൾ കറക്റ്റ് സർവീസ് ഒന്നും ഉണ്ടായിക്കോണമെന്നില്ല. പക്ഷേ വണ്ടിയുടെ ക്വാളിറ്റി നോക്കി എടുത്തോളൂ അല്ലേ? അതെ. ഇത് മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, മേജറായിട്ട് സ്ട്രക്ചറൽ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടാവില്ല, ഫ്ലഡ് ഉണ്ടാവില്ല. നമ്മളോടുള്ള വണ്ടിക്കൊക്കെ അങ്ങനത്തെ ഒരു ഉറപ്പുകൾ വാറണ്ടി ഉണ്ട് അല്ലേ? സ്ട്രക്ചർ ഡാമേജ് ഉണ്ടാവില്ല, ഫ്ലഡ് എഫക്റ്റഡ് ആയിരിക്കില്ല, കിലോമീറ്റർ ടാമ്പറിംഗ് ഉണ്ടാവില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചുകൊണ്ടുവരാം. അടിപൊളി. ഓക്കെ. അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് എടുത്തോണ്ട് പോകാം. യൂസ്ഡ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. ബാക്കി മെക്കാനിക്കൽ സൈഡ് ചിലപ്പോൾ വണ്ടിന്റെ ഡിപ്പെൻസ് ഓൺ ക്വാളിറ്റി. അതിനനുസരിച്ച് ചെറിയ വർക്കുകൾ എന്തായാലും നമ്മൾ എടുക്കേണ്ടത്, മെയിൻ്റെനൻസ് വർക്ക് നമ്മൾ എടുക്കേണ്ടതുണ്ട്. നമ്മളെന്തായാലും എടുക്കണം. നമ്മളെല്ലാ കസ്റ്റമറും പറയേണ്ടത് എടുത്തു കഴിഞ്ഞാൽ ഒരു സർവീസ് ചെയ്യാനോ അവരോട് പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ട് ഒരു യൂസർ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു 10,000-6,000 രൂപ കയ്യിൽ വെക്കുക അല്ലേ? വേറൊരാൾ അയാളെ കംഫർട്ടിനനുസരിച്ച് ഓടിച്ചായിരിക്കാം. ഇയാൾ എന്തായാലും ചിലപ്പോൾ റിഫർബിഷ് ചെയ്യാതിരിക്കുന്നുണ്ടാവും. ഒരു സർവീസ് ഒക്കെ ചെയ്താൽ കൊണ്ടുപോയിക്കോളൂ. മാക്സിമം ഞങ്ങൾ റിഫർബിഷ് ചെയ്തിട്ടാണ്, പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ റിഫർബിഷ് ചെയ്തിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതെ. ഇനി ഞങ്ങൾ കാണാത്ത ചിലതുണ്ടെങ്കിൽ ചിലപ്പം എടുത്തതിനേഷം ഉണ്ടെങ്കിൽ ഉണ്ടാവും. ഇതെന്തായാലും മോശമൊന്നുമില്ല. എന്തായാലും ഇതിപ്പോൾ നമുക്ക് എന്ത് വിലയുണ്ട് അത് പറയും? ഇത് നമുക്ക് ഒരു 1,25,000 രൂപയ്ക്ക് കൊടുക്കാം. 1.25. അടിപൊളി. 11 വണ്ടി അല്ലേ? അത് മോശമൊന്നുമില്ല. വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ്. സ്പോർട്സ് ആണെന്നു അല്ലേ? സ്പോർട്സ് ആയിരുന്നു. മോശമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സാൻഡ്രോ ആണെങ്കിലോ? സാൻഡ്രോ ആണെങ്കിൽ 2005 മോഡലാണ്. ഇത് 5 ഫസ്റ്റ് വണ്ടി അല്ലേ? 2005 സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് കേട്ടോ. 5 സിംഗിൾ ഓൺഷിപ്പ്. ഇത് കണ്ട ഒരു 13-14 വണ്ടിയാണെന്ന് പറയുള്ളൂ. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ 2005 KL-15 രജിസ്ട്രേഷനിലുള്ള സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. അതെ അല്ലേ? KL-15 സിംഗിൾ ഓണർ വണ്ടി, അടിപൊളി കണ്ടീഷനിലുള്ള. 2005 ഒരു പ്രത്യേകിച്ച് 2005 സിംഗിൾ ഓൺഷിപ്പ് വണ്ടി കിട്ടാൻ ഏതായിക്കോട്ടെ അല്ല ഒരു കാരണവശാലും എന്തായാലും 2-3 ഓൺഷിപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും. സിംഗിൾ ഓൺഷിപ്പ് ആണ്. ആകെ 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. ശരി. അത് വണ്ടിന്റെ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ കേട്ടോ നല്ല നീറ്റ് ആണ്. അതെ. ഇത് AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ ഉണ്ടോ അല്ലേ? അതെ, 2 ഡോർ പവർ ഉണ്ട്. എന്ത് വിലയുണ്ട്? ഇത് നമുക്കൊരു 80,000 രൂപയ്ക്ക് നെറ്റ് ആക്കിയിട്ട് കൊടുക്കാം. അത് മുതലാട്ടോ. അത് ഒരു കുറ്റം പറയാനില്ല. 80,000 രൂപയ്ക്ക് നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് ഒരു നഷ്ടം വരില്ല അല്ലേ? നല്ല ക്വാളിറ്റി ഉണ്ട്. വന്ന് കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവും. നമുക്ക് എത്ര വീഡിയോയിൽ മനസ്സിലാവുന്നില്ല. ഒരു 13-14 കിലോമീറ്റർ മൈലേജും കിട്ടും. അതെ, 13-14 നോക്കിയിട്ട് എടുത്തോ. ലോണൊന്നും കയറില്ല എന്നാണ് തോന്നുന്നത്. ഇത് കൊടുത്താ ഐട്ടം കൊടുത്താ. ഇനി ഇതേതാ?
ഇയോണ് വരുന്നത് 2016 മോഡൽ. 16 മോഡൽ ഇറ പ്ലസ് അല്ലേ? എസ് പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഉണ്ടാവും. അതെ. കിലോമീറ്റർ ഇത് 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ. നീറ്റ് ആണല്ലേ? നീറ്റ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സെക്കൻഡ് ഓണർ അല്ലേ? സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി. ശരി, എന്താ വില? ഞങ്ങൾ ഇതിനിപ്പോൾ നെറ്റായിട്ട് ചോദിക്കുന്ന വില വെച്ചിട്ടുണ്ടെങ്കിൽ 2,20,000 രൂപയ്ക്ക്. 2,20,000 അല്ലേ? മോശമൊന്നുമില്ല കേട്ടോ. വണ്ടി ക്ലീൻ ആണ്. പക്ഷേ എന്താ പറയുക, റേറ്റിന്റെ കാര്യം വന്ന് നമുക്ക് നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിൾ. എല്ലാ പ്രൈസുകളും കുറയും. നമ്മൾ നേരത്തെ ഒരു വണ്ടി കാണിച്ചാൽ അത് 2,25 ആണ്. ഓൾമോസ്റ്റ് 18 ആലോചിക്കണം. അതെ. പക്ഷേ ഏകദേശം ആ ഒരു ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടോ? എന്തെങ്കിലും എനിക്കൊന്ന് മറ്റേനൊരു ബോണ്ട് എന്തോ റീപ്ലേസ് ഞാൻ വിട്ടുകൊണ്ട് പറയാം. ബോണ്ട് എന്തോ റീപ്ലേസ് വിളിക്കുമ്പോൾ ജസ്റ്റ് ഫുൾ ഡീറ്റെയിൽസ് ചിലപ്പോൾ വീഡിയോ ഒറ്റടിക്ക് പറയുമ്പോഴേ കാര്യങ്ങൾ മിസ്സായി പോകുന്നത് സ്വാഭാവികം. ഇതാണെങ്കിൽ 2013 മോഡൽ വണ്ടിയാണ്. 13,800 അല്ലേ? ഇത് നമ്മൾ പ്രൈസ് കൺഫേം ആക്കിയിട്ടില്ല. നമ്മൾ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ട് നിൽക്കുകയാണ്, സംസാരിക്കുന്നത്. നമുക്ക് മാക്സിമം നോക്കിയിട്ട് കൊടുക്കാം. ഒറ്റ വന്നോട്ട് 2013 ആണ്. തേർഡ് ഓൺഷിപ്പ് വണ്ടിയാണ്. 80,000 കിലോമീറ്റർ. നല്ല നീറ്റ് അല്ലേ വണ്ടി? വണ്ടി നീറ്റ് ഉണ്ട്. ഞങ്ങൾ പ്രൈസ് കൺഫേം ആക്കിയിട്ടില്ല. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ പറഞ്ഞു തരും കേട്ടോ. ഇനി അതേപോലെ തന്നെ ഈ ഐറ്റം ആണെങ്കിലോ? ഇതാണെങ്കിൽ വരുന്നത് 2008 മോഡൽ. 28 വരെ പേപ്പറിലുള്ള വണ്ടിയാണ്. പേപ്പർ എടുത്താലേ? അതെ. ഇത് റീപ്ലേസ്മെന്റ് ഇല്ല. സൺറൂഫുള്ള വണ്ടി കേട്ടോ, അതുകൂടി പറയണേ. ഓട്ടോമാറ്റിക്കാ അല്ല, മാനുവൽ തന്നെ. അന്ന് ഇറങ്ങിയാൽ ആസ്റ്റയിൽ സൺറൂഫ് വരുന്ന. അല്ല, ഞാനൊരു കാര്യം ഇതിന്റെ ഓട്ടോമാറ്റിക്കലി ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് മാനുവലാണ്. മാനുവൽ അധികം കണ്ടിട്ടില്ല അല്ലേ? അതെ. സൺറൂഫ് ഉള്ള വണ്ടി. അത് 2008 വണ്ടി. 2008 ഫസ്റ്റ് ഓണർ വണ്ടിയാണത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. അടിപൊളി. കിലോമീറ്റർ 82,000 കിലോമീറ്റർ. സോറി, 92,000 കിലോമീറ്റർ. കുഴപ്പമൊന്നുമില്ല കേട്ടോ, വണ്ടി കൊള്ളാട്ടോ. അതായത് സൺറൂഫ് നിന്നിട്ട് വെറുതെ സിക്യൂരിറ്റി വെച്ചാലാട്ടോ. ഇത് നല്ല ഒന്നാം തരം സാധനം വർക്ക് ചെയ്യുന്നതാണ്. ആസ്റ്റിയാണ് വേരിയന്റ് വരുന്നത്. ഇതിനകത്ത് ഒരുവിധം ജസ്റ്റ് ഇന്ത്യയിൽ ഒന്ന് കാണിക്കാൻ പറ്റുന്നോട്ടെ. ലോക്ക്ഡൌൺ. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 4 പവർ വിൻഡോ ഉണ്ട്. സ്റ്റീരിയോ ഇൻബിൽഡ് വരുന്നുണ്ട്. എല്ലാം ഉണ്ട്. എന്തായാലും മോശമൊന്നുമില്ല. ഫോഗ് ലാമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻബിൽഡ് ആയിട്ട് വരുന്നതാണ്. ശരി, ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 1,25,000 രൂപയ്ക്ക് കൊടുക്കാം. ആലോചിക്കണം, 1,25,000 അല്ലേ? സൺറൂഫ് വേണം, വില കുറഞ്ഞ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന 1,25,000 എടുക്കാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. അതുപോലെ തന്നെ ഇത് ലോണൊക്കെ കയറുമോ ബ്രോ? ലോൺ മാക്സിമം നമുക്ക് നോക്കി നോക്കാം. പേപ്പർ ലോൺ നമുക്ക് ശ്രീറാമൊക്കെ പോലത്തെ ഏതെങ്കിലും കിട്ടൂലേ? ശ്രീറാം പോലത്തെ നമുക്ക് നോക്കി നോക്കാം. ഒരു 70 രൂപ 50 രൂപയൊക്കെ ലോൺ പരമാവധി എടുക്കാതിരിക്കുക അല്ലേ? മാക്സിമം നോക്കാം. കാരണം ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് സ്വിഫ്റ്റ് വരുന്നത് 2006 മോഡലാണ്. നമ്മൾ അതിന് അതെ, ഇത് ഞങ്ങൾ പ്രൈസ് ആയിട്ടില്ല. രണ്ട് വണ്ടികൾ ഞങ്ങൾക്ക് പ്രൈസ് ആവാനുള്ള നിൽക്കുന്നത്. 2006 എന്ന് പറയുമ്പോൾ പിന്നെ ഫസ്റ്റ് വണ്ടി അല്ലേ? അതെ, ഫസ്റ്റ് വണ്ടി. എന്താ സ്ഥിതി വണ്ടി? ഡീസൽ വണ്ടിയാണ്. എന്താ പറയുക, സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന 1,25,000 വരുന്ന വണ്ടിയാണ്. അതായത് കിലോമീറ്ററോ? 1,25,000 കിലോമീറ്റർ. ഉറപ്പൊന്നും പറയുന്നില്ല അല്ലേ? കാരണം ഡീസൽ ആകുമ്പോൾ 1-1.5 ചിലപ്പോൾ ഓടിയിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് തരും. വില കൺഫേം ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ അപ്പോൾ പറഞ്ഞു തരും. ഒന്നാമത് വെച്ചാൽ വേറെ ഒന്നും ഉണ്ടല്ലേ, വേറെ കൺഫേം. ഞങ്ങൾ ഇവന്റിന് ശേഷം ഞങ്ങൾക്ക് 1-2 പ്രൈസ് ലിസ്റ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഇവന്റ് കഴിഞ്ഞിട്ട് 3-4 ദിവസമായിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. അതിൻ്റെ ഒരു ചെറിയൊരു ഇതിൽ നിൽക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഒരു 1-2 ഉള്ളിൽ കിട്ടുന്നതാണെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നോക്കിയിട്ട് ചെയ്ത് കൊടുത്തായിട്ടോ. മാക്സിമം നമ്മുടെ വീഡിയോ കണ്ട് വിളിക്കുന്നവർക്ക് കുറച്ച് കൊടുക്കണം. എന്തായാലും ചെയ്ത് കൊടുക്കാം. അടിപൊളി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2011 മോഡൽ സ്പോർട്സ്. 11 സ്പോർട്സ് അല്ലേ? അതെ, നല്ല മോശമൊന്നുമില്ല. ഇതാ കാപ്പ അല്ലേ? അതെ അതെ, കാപ്പയല്ല, സോറി, ഇത് കാപ്പയാണ്. പെട്രോൾ ആണ്. 2015 മോഡൽ തേർഡ് ഓൺഷിപ്പിൽ വരുന്ന വെഹിക്കിൾ ആണ് വരുന്നത്. ഇത് നമുക്ക് എന്ത് പ്രൈസ് ഉണ്ട്? ഇതാണെങ്കിൽ നമുക്ക് നെറ്റ് ആക്കിയിട്ട് ഒരു 1,30,000 രൂപ കൊടുക്കും. 1,30,000 കൊടുക്കാം. അതും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. ഫ്രണ്ട് 2 പുത്തൻ ടയറും ഉണ്ട്. അതെ. ഇത് ഡീസലാ? ഇത് 2016 മോഡൽ പെട്രോൾ, സോറി 2006 മോഡൽ പെട്രോൾ വണ്ടി. 6 പെട്രോൾ. അതെ, നമ്മൾ കാണിച്ചത് സെയിം ഡീസലിന്റെ സെയിം പെട്രോൾ. 2006 പെട്രോൾ തേർഡ് ഓൺഷിപ്പ് വെഹിക്കിൾ ആണ്. 1,21,000 കിലോമീറ്റർ ഓടിയ വെഹിക്കിൾ. ഇതും ഈ പറഞ്ഞ അലോയ് വീൽസ് ഉണ്ട്. ടയർ 2 പുത്തൻ ടയറാണ്. റീപ്ലേസ് ഒന്നും ഉണ്ടാവില്ലോ അല്ലേ? റീപ്ലേസ് ഉണ്ട്. ബോണ്ട് എന്തോന്ന് മാറിയിട്ടുണ്ട്, ഗ്ലാസ് ഒന്നും മാറിയിട്ടുണ്ട്. ഞാൻ കറക്റ്റ് ചെക്ക് ചെയ്തില്ല. 2006 വണ്ടിയല്ലേ? മേജർ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, മേജർ ആയിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. ചെറിയ ചെറിയ വർക്കുകൾ എന്തായാലും എടുക്കാനുണ്ടാവും. അതെ, മാക്സിമം പെയിന്റിങ്, കുറച്ച് പെയിന്റിംഗ് ഒക്കെ ഞങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇതിപ്പോ എന്താ വില? എന്താ ഇത് നമുക്ക് ഫൈനലാക്കിയിട്ട് ഒരു 90 രൂപ വരെ കൊടുക്കാൻ പറ്റും. അടിപൊളി. സ്വിഫ്റ്റ് നിങ്ങൾക്ക് ഇതാ ചില്ലറ പൈസക്ക് സ്വിഫ്റ്റ് വേണമെങ്കിൽ വെറും 90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2006 വണ്ടി. എനിക്ക് 26 വരെ പേപ്പർ ഉണ്ടാവില്ലേ? പേപ്പർ ഉണ്ട്. നെറ്റ് പ്രൈസ് ആക്കിയിട്ടുള്ള 90 അല്ലേ? അതിൽ കുറച്ചൊക്കെ എങ്ങനെ കൊടുക്കണം? ഇത് എന്നാണെങ്കിലോ? എസ്റ്റിലോ ഇത് വരുന്നത് 2007 മോഡലാണ്. 2007. അതെ, 2007 മോഡൽ LXI വരുന്നത്. അതായത് 2 ഡോർ പവർ വിൻഡോ ഉണ്ടാവുള്ളൂ. അതെ അതെ. ഇതൊക്കെ എന്ന് പറയുമ്പോൾ കൂടുതൽ കഥയൊന്നും പറഞ്ഞ കാര്യമില്ല. 2007 പേപ്പർ ഉണ്ടല്ലോ അല്ലേ? പേപ്പർ ഉണ്ട്. 27 വരെ പേപ്പർ ഉണ്ടാവും. 27 വരെ പേപ്പർ ഉണ്ടാവും. ശരി, എന്താ വില? ഇത് നമുക്ക് ഫൈനലായിട്ട് 1,00,000 രൂപയ്ക്ക് കൊടുക്കാം. 1,00,000 രൂപ. അതും ചില്ലറ പൈസയൊക്കെ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആക്കി തരും. ഇത് 2011 മോഡൽ അൾട്ടോ LXI. 11 അല്ലേ? അതെ, 11 മോഡൽ അൾട്ടോ LXI ആണ്. പേപ്പറൊക്കെ റിന്യൂവൽ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റിലേക്ക് എങ്ങനെ റിന്യൂവൽ വരുന്നത്? അടുത്ത വർഷം? അതെ, അല്ല ഈ വർഷം ഓഗസ്റ്റിലേക്ക് റിന്യൂവൽ വരുന്നുണ്ട്. 26 ആയല്ലോ അല്ലേ? അതെ, ശരിയാ. നമുക്ക് റിന്യൂവൽ എടുത്തിട്ടാണെങ്കിൽ നമുക്കൊരു 1,10,000 വരെ കൊടുക്കാം. അതിനിപ്പോ റിന്യൂവൽ ഏകദേശം ആവുമ്പോഴല്ലേ എടുക്കാൻ പറ്റുള്ളൂ?
അല്ല ആ സമയത്താണെങ്കിൽ ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ നമുക്ക് റിന്യൂവലിന്റെ ആ ടൈമിൽ എടുത്തു കൊടുക്കാം. ഓക്കെ 1/10 വിത്ത് പേപ്പർ ഉൾപ്പെടെ നിങ്ങൾക്ക് എടുത്തു കൊടുക്കാം. പേപ്പർ ഇല്ലെങ്കിലോ? പേപ്പർ ഇല്ലെങ്കിൽ നമുക്കൊരു 95 രൂപ കൊടുക്കും. 95 രൂപ കൊടുക്കാം അല്ലേ? മോശമൊന്നുമില്ല കേട്ടോ. വണ്ടിയൊക്കെ നിങ്ങൾ വണ്ടി ക്വാളിറ്റിയുള്ള വണ്ടി. ഇതിൽ 4 ഡോർ പവർ വിൻഡോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അടിപൊളി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇതാണെങ്കിൽ 2007 മോഡൽ വാഗണർ LXA ആണ് വരുന്നത്. കിലോമീറ്റർ 1,15,000 കിലോമീറ്റർ. പഞ്ചോടി അല്ലേ? പക്ഷെ മോശമൊന്നുമില്ല വണ്ടി. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. മാത്രമല്ല പഴയ ഷേപ്പാണ്. ഈ ഷേപ്പ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ടയറുണ്ട്. ഇന്ത്യയിലാണെങ്കിലും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കാം. നോക്കിയിട്ട് ചെയ്തു. വലിയ പ്രശ്നം ഒരു വണ്ടി എടുക്കുമ്പോൾ വലിയ വിഷയമുള്ള കേസല്ല. അതിൽ കാണിച്ചേ ഉള്ളൂ. ശരി, ഇത് നമുക്ക് എന്താ വില? 85 രൂപ കൊടുക്കാം. 85,000 രൂപയ്ക്ക്. 85,000 മോഡൽ 2007 മോഡൽ 7 വണ്ടി 85,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് പോകാം. മാക്സിമം കുറച്ചിട്ടുള്ള റേറ്റ് ആണ്. അതുപോലെ തന്നെ നീല വണ്ടിയോ? ഇത് വരുന്നത് 2006 മോഡലാണ്. 2008 ആണ് കേട്ടോ. സോറി, പേപ്പർ ഉണ്ടാവില്ല. 2008 ആണ്. 28 വരെ പേപ്പർ ഉണ്ട്. തേർഡ് ഓൺഷിപ്പിൽ വരുന്ന വെഹിക്കിൾ. കൊള്ളാം. നല്ല അത്യാവശ്യം നീറ്റ് അല്ല വണ്ടി? നീറ്റ് വണ്ടിയാണ്. ഇത് AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും അല്ലേ? AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി. ഇത് നമുക്ക് 95 രൂപ വരെ കൊടുക്കാം. 95,000 രൂപയ്ക്ക് 2008 വണ്ടി. 2008 മേജർ ആക്സിഡന്റ് ഒന്നും ഉണ്ടാവില്ലോ അല്ലേ? മേജർ ഒന്നുമില്ല. ഓക്കെ. അതുപോലെ തന്നെ ഇതോ? ഇത് വരുന്നത് 2011. ഈ വർഷം പേപ്പറുള്ള വണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേപ്പർ എടുത്തിട്ടാണെങ്കിലും നമുക്ക് ഒരു 1.10 റേഞ്ചിലൊക്കെ നെറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ. പേപ്പർ എടുക്കാന്നാണെങ്കിൽ 30 ഏകദേശം ഫൈനലായിട്ട്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല നീറ്റാട്ടോ വണ്ടി. നല്ല നീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല നീറ്റാണ്. മോശമൊന്നുമില്ല. ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ അടിപൊളി അല്ലേ? അതെ. ഇനി ഇതാണെങ്കിലോ? ഇതാണെങ്കിൽ 2015 മോഡൽ VXA ഡിസയർ VXA ആണ് വരുന്നത്. VXA അല്ലേ? അതെ. ഇത് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. 62,000 കിലോമീറ്റർ വിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ്. ബമ്പർ സൈഡിലൊക്കെ കുറച്ച് സ്ക്രാച്ചസ് ഉണ്ടെന്ന് വെച്ചാൽ വേണമെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കാം. പ്രശ്നമൊന്നുമില്ല. നമ്പറൊക്കെ ഫൈബർ സാധനമല്ലേ? അല്ലേ? അല്ല, ഞാനിപ്പോൾ എല്ലാവരും പറയുന്നൊരു കേസുണ്ട്. ഇപ്പോൾ ഒരു വണ്ടി എടുക്കാൻ നോക്കുമ്പോഴേ ഈ സ്ക്രാച്ചസ് ഇപ്പോൾ ബമ്പർ ഒന്നും മാറി നിർത്തുന്ന ഒരു കുഴപ്പമില്ല വണ്ടി. ബമ്പർ മാറി ഇപ്പോൾ റീപ്ലേസ്മെന്റ് പാർട്സ് ഒക്കെ അല്ലേ? ബമ്പർ ബോണ്ട് ഗ്ലാസ് മറ്റേ ഡിക്കിന്ന് കുറെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന പാർട്സ്. അല്ലാത്ത ഈ സ്ട്രക്ചർ ഈ ഫ്രെയിമിന്റെ മുകളിൽ സ്ട്രക്ചറിന്റെ മുകളിൽ ഡാമേജ് വരുന്നത് നോക്കിയാൽ മതി. ഞങ്ങൾ അതിലാണ് മറ്റതൊക്കെ റീപ്ലേസ്മെന്റ് പാർട്ടല്ലേ? റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന പുതിയ സാധനമല്ലേ വെക്കുന്നത്? റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന പാർട്ട്. അതിലൊന്നും ഒരു ഇമ്പാക്ട് ഒന്നും വെച്ചാൽ വലിയ പ്രശ്നം വരാനില്ല. അതെ അതെ. പക്ഷേ നല്ലോണം ചെക്ക് ചെയ്തെടുത്തോളൂ എങ്ങനെയാണെങ്കിലും. ഇതിപ്പോൾ 15 വണ്ടി VXA അല്ലേ? ഇത് 2015 VXA. കിലോമീറ്റർ 62,000 കിലോമീറ്റർ. ശരി, നമുക്ക് എന്താ വില? നമുക്ക് നെറ്റ് ആയിട്ട് ഒരു 3.75 കൊടുക്കാം. 3.75 അല്ലേ? 15 VXA ഡിസൈർ ആണ്. അത് ന്യൂ ഷേപ്പ് വന്ന വണ്ടിയാണ്. ലാസ്റ്റ് ഇറങ്ങിയ ഈ ഷേപ്പിൽ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയത്. അതെ, അത്യാവശ്യം ക്ലീൻ വണ്ടിയാണ്. നമ്മുടെ ആൾക്കാർക്ക് ഡിസ്കൗണ്ട് മറക്കല്ലേ? മാക്സിമം ചെയ്ത് കൊടുക്കാം. വാറണ്ടി ചെയ്ത് കൊടുക്കാം. എന്താണ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതാ ചെറുവണ്ടികൾ വേണമെങ്കിൽ ഈ ഒരു അവസരം കളയണ്ട. ഇതിനകത്ത് ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. നമുക്ക് ഇനി വേറെ കുറച്ച് വണ്ടികൾ കൂടി കാണിക്കാണ്ട് അല്ലേ? അതും കൂടി ഒന്ന് കാണിച്ചാലോ? നമുക്ക് കാണിക്കാം. അഖിൽ ബ്രോ ഡീസലിൽ നല്ല അടിപൊളി ഒരു സെഡാൻ വണ്ടി കാണിച്ചു കൊടുക്കാം അല്ലേ? SX4 ആണ്. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി കേട്ടോ. നല്ല കണ്ടീഷനുള്ള വണ്ടി. 2013 മോഡലാണ്. 13 മോഡൽ SX4 VDI അല്ലേ? ഇതിലൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിലക്കുറവിൽ കിട്ടുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു മാരുതിയുടെ വണ്ടി. അതെ അതെ. മാരുതി എനിക്ക് തോന്നുന്നു ഈ കാലത്തൊക്കെ ഇറങ്ങിയതൊക്കെ വണ്ടി ഇടിക്കട്ട സാധനം അല്ലേ? അതെ. ഇത് പിന്നെ കിലോമീറ്റർ എത്ര അറിയോ? കിലോമീറ്റർ 95,000 കിലോമീറ്റർ ഓടിയാണ്. അത് ജെനുവിൻ ആയിരിക്കും. ജെനുവിൻ കിലോമീറ്റർ. സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന 95,000 കിലോമീറ്റർ ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് മേജർ ആയിട്ടുള്ള വർക്കുകളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടൊന്നും. ഏകദേശം ഒരു ഇതെനിക്ക് തോന്നുന്നു കോട്ടർ ജിറ്റിനല്ലേ എഞ്ചിൻ വരുന്നത്? അതെ അതെ. 15 അടുത്ത് മൈലേജ് കിട്ടും അല്ലേ? നല്ല മൈലേജ് കിട്ടും. ഡീസലിന് മൈലേജ് ഉണ്ട്. വിലയോ? വില നമ്മൾ ചോദിക്കുന്നത് 1,90,000 രൂപ. 90 അല്ലേ? അത് കൂടുതലാണെന്ന് ഞാൻ പറയില്ല. 13 മോഡൽ 2013 ഉണ്ട്. ഡീസലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 95,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മോശമൊന്നുമില്ല. അതായത് നല്ലൊരു വണ്ടി എടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വലിയ വണ്ടിയാണ്, സെഡാൻ വണ്ടിയാണ്, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അല്ലേ? അതെ അതെ. ഒന്ന് കോൺടാക്ട് ചെയ്താൽ നമ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വയനാട്ടിൽ കൽപ്പറ്റ കൈനാട്ടി അല്ലേ? കൈനാട്ടി അവിടെ ഒരു വളവൊക്കെ ഉള്ള ഒരു ഏരിയ അല്ലേ? അതെ. അമൃത് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഒരു പുതിയ വയനാട്ടിലെ ആദ്യ ഷോറൂമാണ്. അതെ. നമ്മൾ കോഴിക്കോടും അതുപോലെ തന്നെ കോഴിക്കോട് നമ്മുടെ കൊടുവള്ളിയിലും പാവനാടും അല്ലേ? അവിടുത്തെ വീഡിയോ ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ വയനാട്ടിൽ ആരെങ്കിലും ചെറുവണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെറുവണ്ടികൾ മാത്രമല്ല, നമ്മളിപ്പോൾ വീഡിയോയിൽ കൂടുതലും ചെറുതാണ് കാണിച്ചത്. പക്ഷേ ഒരുപാട് വെഹിക്കിളും ഉണ്ട്. ഇവിടുത്തെ വെഹിക്കിൾസ് മാത്രമല്ല, നമ്മുടെ എല്ലാ സ്റ്റോക്കും ഓപ്പൺ ആണ്. ഇപ്പോൾ കൊടുവള്ളി സ്റ്റോക്ക് ഉണ്ട്. കൊടുവള്ളിയിൽ ഓൾമോസ്റ്റ് നമുക്ക് ഒരു 30-35 വണ്ടി ഉണ്ട്. പാവങ്ങാടും അതുപോലെ ഉണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 100 വണ്ടി എപ്പോഴും ഞങ്ങൾക്ക് സ്റ്റോക്ക് ഉണ്ടല്ലേ? അതായത് ഇപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഒരു വണ്ടി അവിടെയാണുള്ളതെങ്കിൽ അത് ഇവിടെ എത്തിച്ചേരും. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ കാണിച്ച വണ്ടികളുടെ എന്തിൻ്റെ ഫുൾ ഫോട്ടോസ് ഡീറ്റെയിൽസ് വേണമെങ്കിലും അഖിലിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നല്ല വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഈ അവസരം കളയണ്ട. വാറണ്ടി എല്ലാം തരും. വാറണ്ടി കൊടുക്കാം. നമുക്ക് റോഡ് സൈഡ് അസിസ്റ്റ് കൊടുക്കാൻ നേരത്തെ പറഞ്ഞത് അതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ വേറെയും കുറേ വണ്ടികൾ ഈ കിടക്കണമൊക്കെ കാണിക്കാനുള്ളത് തന്നെയായിരുന്നു. വീഡിയോ ഓവർ ലെങ്ത് ആക്കേണ്ടെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ ഏത് വണ്ടി വേണമെങ്കിലും വിളിച്ചോളൂ. ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആണ്. അടുത്തൊരു കിടൽ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും